കോരത്തോട് പഞ്ചായത്തിലെ കണ്ടങ്കൈ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമായതോടെ അടിയന്തര നടപടിയുമായി ജനപ്രതിനിധികളും വനം ഉദ്യോഗസ്ഥരും. പൂഞ്ഞാർ MLA MG സെബാസ്റ്റ്യൻ, വാർഡ് മെമ്പർ ഷാൻഡി ജെയിംസ് എന്നിവരുടെ നിർദ്ദേശപ്രകാരം പെട്രോളിംഗ് ആരംഭിച്ചു. RFOയുടെ നേതൃത്വത്തിൽ നാട്ടുകാരുമായി ചർച്ച നടന്നതിനെ തുടർന്ന് താൽക്കാലിക ഫെൻസിംഗ് സ്ഥാപിച്ചു. എരുമേലി, അയ്യപ്പൻകോവിൽ, അഴുത എന്നീ ഫോറസ്റ്റ് റേഞ്ചുകളിൽ നിന്നുള്ള ഉപകരണങ്ങൾ ഏകോപിപ്പിച്ചാണ് പ്രവർത്തനം. എരുമേലി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ KV രതീഷിന്റെ നേതൃത്വത്തിൽ വനപാലകരും പൊതുജനങ്ങളും ചേർന്ന് 300 മീറ്റർ ഫെൻസിംഗ് നിർമ്മാണം പൂർത്തിയാക്കി. ഞങ്ങൾ അയ്യപ്പൻകോവിൽ റേഞ്ച് മോഡലിൽ കുറേ ഫെൻസിങ് അടിയന്തരമായിട്ട് ചെയ്യുന്ന കുറേ ഫെൻസിങ് രീതികളുണ്ട്. അത് ഇവിടെ നടപ്പാക്കാമെന്ന് ഞാൻ ഇദ്ദേഹത്തോട് പറയുകയും അദ്ദേഹം മുൻ കർഷക അവാർഡൊക്കെ വാങ്ങിയ ആളുമാണ്, അദ്ദേഹത്തിൻ്റെ മകനുമുണ്ട്. ഇവർ രണ്ടുപേരും കൂടിയുള്ള ഒരു 5 മിനിറ്റിൻ്റെ ഒരു സംഭാഷണത്തിലാണ് ഞങ്ങളിപ്പോൾ ഇതുവരെ എത്തിയിരിക്കുന്നത്. ആ സമയത്ത് തന്നെ മെമ്പറെ വിളിക്കുകയും മെമ്പറും ഡബിളൊക്കെ പറയുക. അപ്പോൾ ഗ്രാമപഞ്ചായത്തും ജനങ്ങളും വന വകുപ്പും ചേർന്നുകൊണ്ട് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ 24 മണിക്കൂറായില്ല 300 മീറ്റർ നീളത്തിലുള്ള ഫെൻസിങ് ഇപ്പോൾ ഇന്ന് വൈകിട്ട് തന്നെ നമ്മൾ ചാർജ് ചെയ്യുകയാണ്. അതിനു വേണ്ടിയിട്ട് അയ്യപ്പൻകോവിൽ ഫോറസ്റ്റ് റേഞ്ചിൻ്റെ പരിചയസമ്പന്നരായ സോളാർ ഫെൻസിങ് ചെയ്യുന്ന വാച്ചർമാരും അവിടെ നിന്നുള്ള ടൂൾ റൂമിലെ ഉപകരണങ്ങളും ബഹുമാനപ്പെട്ട വെസ്റ്റ് DD സന്ദീപ് സാറ് അവിടുന്ന് ബാറ്ററിയും പൊതുജനങ്ങളായ 10-15 പേര് അടങ്ങുന്ന ചെറുപ്പക്കാരും നമ്മുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഇന്ന് രാവിലെ ആരംഭിക്കുകയും പഴയ ഫെൻസിങ്ങുകൾ എരുമേലി റേഞ്ചിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് വന്ന് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഏകദേശം 2 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ഫെൻസിങ് ഇന്ന് ചാർജ് ചെയ്യും. അതോടൊപ്പം തന്നെ വർദ്ധിച്ചേട്ടൻ പറഞ്ഞ 3-4 കാര്യങ്ങളുണ്ട്. വനത്തിനോട് ചേർന്ന് താമസിക്കുന്ന ആളുകളുടെ അവർക്ക് ഈ വന്യമൃഗങ്ങളെ കണ്ട് ഒഴിഞ്ഞു മാറുന്നതിനായിട്ട് വനമേഖലയോട് ചേർന്ന് അടിക്കാടുകൾക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നിർദ്ദേശം പറയുകയുണ്ടായി. അത് മെമ്പറുമായിട്ട് ചർച്ച ചെയ്ത് പൊതുവായിട്ടുള്ളൊരു ആവശ്യമാണെന്നും അതുകൊണ്ട് ബഹുമാനപ്പെട്ട DFO ഇന്നലെ തന്നെ വിളിക്കുകയും അത് അപ്പോൾ തന്നെ അതിന് തീരുമാനമാകുകയും ചെയ്തിട്ടുണ്ട്. ഉടൻ തന്നെ പഞ്ചായത്തും വനംവകുപ്പും ജനങ്ങളും ചേർന്നുകൊണ്ട് അടിക്കാടുകൾ 10-20 മീറ്ററിൽ വിസ്ത ക്ലിയറൻസ് നടത്തും. അതോടൊപ്പം തന്നെ അണ്ണാൻ്റെയും കുരങ്ങുകളുടെയും ശല്യം നിരന്തരമുണ്ടെന്ന് പറയുന്നു. വനമേഖലയിലുള്ള വലിയ മരങ്ങളുടെ ശാഖകൾ ജനവാസ മേഖലയിലുള്ള മരങ്ങളിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവർ അങ്ങനെ ഒരു പാസിംഗ് ആയിട്ട് ഉപയോഗിക്കുന്ന മേഖലയെ കണ്ടെത്തിക്കൊണ്ട് ആ ശിഖരങ്ങൾ മുറിച്ചു മാറ്റാനും ഇന്നലെ ബഹുമാനപ്പെട്ട DFOയുടെ അനുമതി ലഭിച്ചിട്ടുണ്ട്. ഈ 3 കാര്യങ്ങൾ ചേർത്തുകൊണ്ട് നമുക്ക് ഈ മേഖലയിലുള്ള വന്യമൃഗങ്ങളുടെ ഒരു പരിധിവരെ നമുക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ നമ്മൾ ഈ ഫെൻസിങ് ഇട്ട് മാത്രം പോരാ, പൊതുജനങ്ങളുടെ സഹകരണമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത്. ഇപ്പോൾ നിരന്തരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ മേഖലയാണ് 300 മീറ്റർ വരുന്ന മേഖലയാണ് നമ്മുടെ നാട്ടുകാരായ വർക്കിച്ചേട്ടൻ പറയുന്നത്. ഇവിടെ ഏറ്റവും മനോഹരമായിട്ട് ഇവരതിനെ സെൻസർ ചെയ്യുന്ന ഒരു ഉപകരണം വരെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതും നമുക്ക് വളരെ അലേർട്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഉടൻ തന്നെ നമ്മൾ ഇവിടുത്തെ PRTനെ ആക്റ്റീവാക്കും. അവർക്ക് എരുമേലി റേഞ്ചിലെ എല്ലാ PRT അംഗങ്ങൾക്കും ഉടൻ തന്നെ നമ്മളൊരു പരിശീലന പരിപാടി കൊടുക്കും. അവർക്ക് വേണ്ടുന്ന ഉപകരണങ്ങൾ കൊടുത്തുകൊണ്ട് ഈ ഫെൻസിങ് കൃത്യമായിട്ട് മാനേജ് ചെയ്തുകൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കുമെന്ന് നമ്മുടെ വനംവകുപ്പിന് വേണ്ടി ഉറപ്പ് തരികയാണ്. ബഹുമാനപ്പെട്ട MLAയ്ക്കും ജനപ്രതിനിധിയായ നമ്മുടെ വാർഡ് മെമ്പർക്കും കർഷക അവാർഡ് ജേതാവായ വർക്കിൻ ചേട്ടനും വനംവകുപ്പിൻ്റെ പേരിലുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലുള്ള ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 15ഓളം വരുന്ന നാട്ടുകാരും അയ്യപ്പൻകോവിൽ ഫോറസ്റ്റ് റേഞ്ചിൽ നിന്നിരിക്കുന്ന വനപാലകർ, നമ്മുടെ എരുമേലി റേഞ്ചിലെ വനപാലകർ അവരിപ്പോൾ ലൈൻ വരച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. എല്ലാവർക്കും നന്ദി. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൽ നിന്ന് മികച്ച കർഷകനുള്ള ദേശീയ അവാർഡ് നേടിയ കോരത്തോട് കണ്ടങ്കയം അടുപ്പുകല്ലിൽ ജോർജ് മാത്യു ഫെൻസിംഗിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ വനത്തിൻ്റെ പരിസരത്ത് വന്യമൃഗങ്ങളുടെ ബുദ്ധിമുട്ട് മൂലം ഇവിടുത്തെ കർഷകരെല്ലാം വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു. ചെറിയ പരിഹാര മാർഗങ്ങളൊക്കെ ഇടയ്ക്കൊണ്ടേലും ഒന്നും പൂർണ്ണമായില്ല. അതിൻ്റെ കുറവുകളും അതുകൊണ്ട് എല്ലാ ദിവസവും പ്രത്യേകിച്ച് ആന കൃഷിയെടുത്ത് കയറി ഒരുമാതിരിപ്പെട്ട കൃഷി മുഴുവൻ നശിപ്പിക്കുകയായിരുന്നു. ഇപ്പം പുതിയ റേഞ്ച് ഓഫീസർ എരുമേലിയിൽ നിന്ന് ചാർജ് എടുത്ത എനിക്ക് തോന്നുന്നു 2-3 ദിവസം ആയെന്നും തോന്നുന്നു. ഏതായാലും ഇന്നലെ അറിയിച്ചു. അദ്ദേഹത്തിൻ്റെ ടീമുകളും കൂടെ സ്ഥലത്ത് വന്നു. എല്ലാം ആന കയറി നശിപ്പിച്ചതും കാര്യങ്ങളെല്ലാം ഞങ്ങൾ കണ്ടു, കാണിച്ചു. അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും പെട്ടെന്ന് തന്നെ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കർഷകർക്ക് നന്ദിയുണ്ട്. പെട്ടെന്ന് പുതിയ പാനൽ കൊണ്ടുവന്നു, ബാറ്ററി കൊണ്ടുവന്നു, ഇൻവെർട്ടർ കൊണ്ടുവന്നു. അപ്പോഴേ ബാക്കി പഴയ പെൻസിൽ സാധനങ്ങൾ മുഴുവൻ കൊണ്ടുവന്നു, പണിക്കാരെ കൊണ്ടുവന്നു. ഫെൻസ് ഏതാണ്ട് പൂർണ്ണമായി എനിക്ക് തോന്നുന്നു 2 മണിക്കൂറിനകം ഇത് ചാർജ് ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന്. അപ്പം കർഷകരുടെ പേരിൽ ബഹുമാനപ്പെട്ട റേഞ്ച് ഓഫീസറോട് ഞങ്ങളുടെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഷാൻഡി ജെയിംസ് വെള്ളമറ്റത്തിൽ, വാർഡ് മെമ്പർ ജോർജ് മാത്യു അടുപ്പുകല്ലുക്കൽ, വിനോദ് തെരുവംകുന്നേൽ, ചാക്കോ വടക്കുംകര, ജെയ്സൺ അടുപ്പുകല്ലുങ്കൽ, ലിജോ വടക്കുംകര,
ജോബി മാളിയേക്കൽ തുടങ്ങിയ നാട്ടുകാരും 15ഓളം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പണികൾക്ക് നേതൃത്വം നൽകി.